പറയേണ്ട വിധം. ഒരിക്കൽ തന്റെ രാജ്യത്തെ ശത്രുരാജ്യം ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതായി ഒരു സിദ്ധന് വെളിപ്പാടുണ്ടായി. ദൈവമേ, ഈ വിവരം നേരത്തെ അറിയിച്ച നിനക്ക് നന്ദി. സിദ്ധൻ ഈ കാര്യം തന്റെ സുഹൃത്തിനോട് പറഞ്ഞു. നമ്മുടെ രാജ്യം ഉടൻ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വേഗം രാജാവിനെ അറിയിക്കണം. താങ്കൾ ഈ പറയുന്നത് സത്യമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്ത് പക്ഷേ? ഈ വിവരം രാജാവിനെ അറിയിക്കണ്ടേ? ഇത് പറഞ്ഞാൽ രാജാവ് വിശ്വസിക്കില്ല. വെളിപാടുണ്ടായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അംഗീകരിക്കില്ല. ശരി, എന്നാൽ നമുക്ക് രാജകൊട്ടാരത്തിലേക്ക് പോകാം. പ്രഭോ, അങ്ങയെ കാണാൻ അനുമതി ചോദിച്ച രണ്ടുപേർ കൊട്ടാരവാതിക്കൽ നിൽക്കുന്നു. വരാൻ പറയൂ. അങ്ങുന്നേ, നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ അയൽരാജ്യം തീരുമാനിച്ചിരിക്കുന്നു. ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ കിട്ടി? എനിക്ക് ജ്യോതിഷത്തിൽ നല്ല പാണ്ഡിത്യമുണ്ട്. ഇന്നലെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ തെളിഞ്ഞു വന്നതാണ്. ശരി ശരി, ജ്യോതിഷത്തിൽ എനിക്ക് നല്ല വിശ്വാസമാണ്. സൈന്യത്തെ വേഗം സജ്ജമാക്കുക. ഈ വിവരം നൽകിയതിന് ഈ ജ്ഞാനിക്ക് യഥേഷ്ടം സമ്മാനങ്ങളും നൽകുക. ഉത്തരവ്. താങ്കൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് എങ്ങനെ പ്രയോഗിക്കണം എന്ന് കൂടി അറിയണം. അതേ ചങ്ങാതി, എനിക്കിപ്പോൾ മനസ്സിലായി.